ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്നിപ്പോൾ ഒരു കിഡ്സ് ഫ്രോക്കാണ് ചെയ്യണത്. സ്ലീവ് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. കസ്റ്റമർ ഓർഡറാണ്. അപ്പോൾ അവർ തന്നൊരു മോഡലിലാണ് നമ്മൾ ചെയ്തെടുത്തേണത് കേട്ടോ. ഈ ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു പേൾ വർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലീവാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 മീറ്റർ ജിമിജിക്ക് ഗ്ലാസ് ഓർഗൻസ് എടുത്തിട്ടുണ്ട്, ക്രേപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഫ്രണ്ട് പോർഷനാണ് മാർക്ക് ചെയ്യണത്. ഷോൾഡർ അലവൻസ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 4.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിഡ് ആം ഹോൾ ലെങ്ത്ത് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഞാൻ പറയാൻ വിട്ടുപോയി, 1 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യണത്. അതിനുശേഷം ചെസ്റ്റ് അളവ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മളൊരു ഷേപ്പിൻ്റെ ഭാഗം കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് 7 ഇഞ്ച് ലെങ്ത്തിൽ 5 ഇഞ്ച് റൗണ്ടാണ് വരുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ കൂടിയും വേസ്റ്റിൻ്റെയും കൂടി ഞാൻ 2 ഇഞ്ച് ലൂസാണ് ആഡ് ചെയ്ത് കൊടുത്തേണത്. അതിനുശേഷം 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യണത്. ഉടുപ്പിൻ്റെ ഇറക്കം വരുന്നത് 17 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഫ്ലയർ ഒരു 9 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചാണ് ഈ ഒരു മാർക്കിംഗ് എല്ലാം കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ച് വിടുകയാണ് ചെയ്യണത്. എയർലൈൻ ഉടുപ്പ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിഭാഗം വരുമല്ലോ. നമ്മളൊരു 9 ഇഞ്ച് ഫ്ലയർ കൊടുത്തുകൊടുത്ത് ആ ഒരു അടിഭാഗത്ത് നമ്മളൊരു 1.5 ഇഞ്ചോളം മുകളിലോട്ട് ഒരു ഷേപ്പ് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു സൈഡ് ഭാഗം തൂങ്ങി കിടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ എയർലൈനൊക്കെ ഒരു ഹാഫ് ഉടുപ്പൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു സൈഡ് ഒന്ന് കയറ്റി വരച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു വള്ളിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് പോകാനുള്ളൊരു പോർഷൻ തന്നെയാണ് കേട്ടോ. ശേഷം ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേണത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഒരു വള്ളിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം അത് തിരിച്ച് മറിച്ചടിക്കാനുള്ളത്, അതായത് ക്യാൻവാസ് വെച്ചിട്ട് അടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ചും കൂടി നമ്മൾ സീം അലവൻസ് മുകളിലോട്ട് വിടണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. കാരണം അല്ലെങ്കിൽ നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്ക് ലെങ്ത്ത് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ശേഷം നമ്മളത് ആ മാർക്കിംഗ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിബ് അടിക്കാനുള്ളൊരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ക് പോർഷനിലെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പാർട്ടാക്കി എടുക്കും കേട്ടോ. കാരണം സിബ് വരുന്നതല്ലേ. അപ്പോൾ 2 പാർട്ടായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ സ്ലീവ് പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിടുക. അതിനുശേഷം ഞാൻ ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 3 ഇഞ്ചോളം ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു 3 ഇഞ്ച് സെൻറ്ററിൽ നമ്മൾ വിട്ടിട്ടാണ് ഇനി നോർമൽ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യണ പോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എനിക്കൊരു 4.5 ഇഞ്ചോളം സ്ലീവിൻ്റെ ലെങ്ത്ത് മതി. പക്ഷെ ഞാൻ 7 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. കാരണം പഫ് സ്ലീവ് ആകുമ്പോൾ നമ്മുടെ സ്ലീവ് ഒന്ന് പൊന്തി വരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സാധാരണ നമ്മൾ നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്യണ പോലെ തന്നെ ഞാൻ 2 ഇഞ്ചോളം താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാംഹോളിൻ്റെ ഷേപ്പൊക്കെ കൊടുത്തിട്ട് ആ ഒരു സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ അതും കൂടി മാർക്ക് ചെയ്തിട്ട് ഒരു 3 ഇഞ്ചോളം വരുന്നുണ്ട്. 6 ഇഞ്ചാണ് ടോട്ടൽ വരുന്നത്. അതുകൂടി മാർക്ക് ചെയ്തിട്ട് സ്ലീവ് മാർക്കിങ് കഴിഞ്ഞു കേട്ടോ. സാധാരണ സ്ലീവ് ചെയ്യണ പോലെ തന്നെ, പക്ഷെ ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിൽ ഇച്ചിരി ഗ്യാപ്പ് വിടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സ്ലീവിൽ ഒരു പ്രത്യേകത വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനൊരു 2.5 ഇഞ്ചോളം മുകളിൽ ആ ഒരു ആംഹോളിൻ്റെ ഷേപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് എനിക്കതങ്ങനെ ഒരു സ്ക്വയർ പീസായിട്ട് എനിക്ക് കട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വൽ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വരച്ചിട്ട് നമ്മളിത് ആദ്യമേ തന്നെ മാർക്ക് ചെയ്തത്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഇതുപോലെ നമ്മളൊരു പീസാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. കാരണം നമ്മുടെ സ്ലീവ് വരണത് അങ്ങനെയാണ്. നമ്മുടെ ഈ ഒരു ബൈസെപ്സിൻ്റെ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് സ്ലീവ് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ ജിമിച്ചിക്ക് ഗ്ലാസ് ഓർഗൻസയിൽ നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ഇഞ്ചോളം കൂടുതൽ അടിഭാഗം മടക്കിയടിക്കാനുള്ളൊരു സീം അലവൻസും കൂടിയും ഇതിന് വിടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് 2 പീസ് നമ്മുടെ സ്ലീവിലോട്ട് വേണ്ട 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഒരു 2 ഭാഗത്ത് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ വള്ളി വെക്കുന്നത് ബെറ്റർ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ആ 2 പീസ് വള്ളിയും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വള്ളി വെക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. പക്ഷെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഷേപ്പിൻ്റെ അവിടെ നല്ല കൃത്യമായിട്ട് കിടന്നോളൂ കേട്ടോ. ശേഷം നമ്മൾ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഒരു 11
11 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. നമ്മളുടെ മെറ്റീരിയലിൻ്റെ ഫുൾ വിഡ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് 44 ഇഞ്ചോളം. കാരണം ചെറിയ ചെറിയ നോട്ടുകൾ ഇട്ടിട്ടാണ് ആ സ്ലീവ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം 11 ഇഞ്ച് ലെങ്ത്തിലും 44 ഇഞ്ച് വിഡ്ത്തിലും ഞാനൊരു 2 പീസ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ തുന്നലുകൾ ഇട്ടിട്ടാണ് സ്ലീവ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് അതിൽ ആ പേൾ വർക്കിൻ്റെ ഡിസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാർക്കിങ് കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എവിടേക്കാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീം ലെവൻസിൻ്റെ അവിടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 സൈസുള്ള പേൾസാണ് ഞാനിതിന് യൂസ് ചെയ്തത്. ഏറ്റവും മുകളിലായിട്ട് ഇച്ചിരി വലിയ സൈസുള്ളൊരു പേൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ബാക്ക് സ്റ്റിച്ചിലാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തേണ്ടത്. ആദ്യം നമ്മളൊന്ന് നൂല് കുത്തിയെടുക്കുക. ശേഷം അതിൻ്റെ ബാക്കിലോട്ട് തുന്നിയിട്ട് ഫ്രണ്ടിൽ അടുത്ത പേൾ വരാനുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഫ്രണ്ടിലോട്ടുള്ളൊരു സ്റ്റിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ അടുത്ത പേള് ബാക്കിലോട്ട് തുന്നിയിട്ട് ഫ്രണ്ടിലോട്ട് വീണ്ടും ഒരു ചെറിയ ഒരു പേള് വെക്കാനുള്ളൊരു ഗ്യാപ്പിലോട്ട് വീണ്ടും നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ 3 സൈസുള്ള പേളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തത്. ബാക്ക് സ്റ്റിച്ചിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെയായിരിക്കും പേൾസ് വരുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാനായിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേൾസിൻ്റെ ഇടയിൽ എല്ലാ ഗ്യാപ്പിൽ കൂടിയും നമ്മളൊന്ന് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് നമ്മളൊന്ന് കോർത്തെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് കോർത്തെടുത്ത് രണ്ട് ഭാഗത്തേക്ക് നമ്മളൊന്ന് കോർത്തെടുത്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോവാതെ ആ ഒരു സെയിം പൊസിഷനിൽ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നമ്മൾ മുത്തൊക്കെ കോർക്കണ പോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോർത്തെടുക്കുക. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തേണ എല്ലാ പോർഷനിലും ഈ വർക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിഭാഗം ആദ്യമേ തന്നെ നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ പേൾ വർക്ക് ചെയ്ത് വെച്ചാൽ ആ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അത് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിൻ്റെ പോർഷനും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു വള്ളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഇഞ്ച് വിട്ടിൽ അത്യാവശ്യം ഒരു 12-13 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തേണത്. അപ്പോൾ ചെറിയ വള്ളിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ച് വിട്ടിൽ നമ്മൾ ഇതുപോലെ ഒരു പീസ് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ മുകളിലൊരു കോൺ ഷേപ്പ് വരുന്ന രീതിയിലായിരിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഇതുപോലെ ആ ഒരു എൻഡ് പോർഷൻ മുകളിലത്തെ ആ പോർഷൻ കുറച്ചൊന്ന് നമ്മുടെ മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയാം, എന്നാലാണ് തിരിച്ച് മറിച്ച് വരുള്ളൂ. നമ്മുടെ പൈപ്പിങ്ങിനല്ല നമ്മുടെ ഹാങ്ങിങ്സ് ഒക്കെ ഇടാനുള്ള ഒരു വള്ളി ക്രിയേറ്റ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വിടണ എക്സ്ട്രാ സീം അലവൻസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. അപ്പം നല്ല കട്ടിയിൽ ഉരുണ്ടിട്ടുള്ളൊരു വള്ളിയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തേണ്ടത്. അത് നമ്മൾ ചെറിയൊരു കെട്ടിട്ടിട്ട് ആ ഒരു സൂചി നല്ല ഇച്ചിരി വലിയ സൂചി എടുക്കണമെങ്കിൽ അത് ഉള്ളിൽ കൂടെ കയറ്റി വിട്ടിട്ട് തിരിച്ചൊന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. സാധാരണ നമ്മൾ ഹാങ്ങിങ്സ് ചെയ്യണ പോലെ തന്നെ ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫുള്ളായിട്ട് വലിച്ചെടുക്കുക കേട്ടോ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ വേഗത്തിലാണ് കാണിച്ചാണ്, എന്നാലും വലിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം 5 ഇഞ്ചിൽ ഞാൻ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ടിലോട്ട്. നെക്ക് 2.5 ഇഞ്ചാണല്ലോ നമ്മൾ നെക്കിൻ്റെ ഒരു ലെങ്ത്ത് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു 2.5 ഇഞ്ച് ബാക്കും ഫ്രണ്ട് വരുമ്പോൾ 5 ഇഞ്ച് എന്നുള്ള കണക്കിൽ 5 ഇഞ്ചിൽ ഞാനൊരു 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം 2 ഇഞ്ചാണ് നെക്കിൻ്റെ വൈഡ് കൊടുത്തേണത് കേട്ടോ. അപ്പോൾ ആ നെക്കിൻ്റെ വൈഡ് അനുസരിച്ച് ബാക്കിലോട്ട് അടിയിലോട്ട് വരുന്ന രീതിയിൽ വള്ളി രണ്ടും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം സ്ട്രെയിറ്റ് പീസിൽ ഞാനൊരു ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ടിങ് കാണിച്ചിട്ടില്ല. സാധാരണ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് നീളത്തിലൊന്ന് നമ്മുടെ നെക്കിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് നമ്മൾ ചെസ്റ്റിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ച് നമ്മളൊരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിന് മുമ്പത്തെ നമ്മുടെ പല വീഡിയോയിലും നമ്മൾ ഈ ഒരു നെക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പറയണത് ഇതിന് മുമ്പ് ചെയ്തതാണ് ഈ ഒരു മോഡൽ കുറച്ചധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ 2 ഇഞ്ചിൽ നമ്മുടെ ആ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു വള്ളി താഴത്തോട്ട് വരത്തക്ക രീതിയിൽ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു പീസ് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം കേട്ടോ.
അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ക്യാൻവാസ് 2 പീസിലും നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് പോർഷനിൽ നമ്മൾ കൺസീൽഡ് സിബാണ് വെച്ച് കൊടുത്തേണ്ടത്. അപ്പോൾ കൺസീൽഡ് സിബ് വെക്കുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ സിംഗിൾ മെഷീനുള്ളവർക്കാണെങ്കിലും സിംഗിൾ മെഷീനിൽ നമുക്ക് കൺസീൽഡ് സിബ് വെക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 സൈഡ് ഫൂട്ട് മേടിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 സൈഡിലും സിബ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, അത് രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് അടിഭാഗം വരെ നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം സിബ് ഇച്ചിരി ലെങ്ത് ഉള്ളതാണ്, കുഞ്ഞ് സിബ് കിട്ടുമെങ്കിൽ ഈ 1 വയസ്സുള്ള കുട്ടികൾക്ക് കുഞ്ഞ് സിബൊക്കെ യൂസ് ചെയ്താൽ മതി. ഒരു 8 ഇഞ്ചോളം വരുന്ന സിബൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ സിബ് എടുത്തത്. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് കൂട്ടി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ശേഷം നമ്മുടെ 2 സൈഡിലും സൈഡ് ഭാഗം ഉണ്ടല്ലോ, സെയിം അലവൻസ് വിട്ടാണ് ആ മാർക്കിങ്ങോട് കൂടിയിട്ട് നമ്മുടെ 2 സൈഡ് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു ഫ്രോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ 3/4 ഭാഗത്തോളം നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമ്മൾ അടിഭാഗം ഒന്ന് മടക്കി അടിക്കുക കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ സ്ലീവോട് കൂടിയിട്ട് ലൈനിങ് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം. ലൈനിങ് ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ 2 ഭാഗത്തും നമുക്ക് ഇലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ സ്ലീവ് ഷോൾഡറോട് കൂടിയിട്ടല്ല, കുറച്ച് ബൈസെപ്സോട് താഴത്തോട്ട് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ 2 ഭാഗവും നമ്മൾ ഒന്ന് ഇലാസ്റ്റിക് കയറ്റി വിടാനുള്ള ഭാഗത്തിൽ, ഇപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ അത് കയറ്റി വിടാനുള്ള ഭാഗത്തിലുള്ളൊരു വൈഡിൽ നമ്മളൊന്ന് 2 ഭാഗവും നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം. മടക്കി അടിച്ചിട്ട് ഒന്ന് കൊടുക്കാം കേട്ടോ. ഇനി സ്ലീവ് ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഉടുപ്പിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ ചെറിയൊരു ഷേപ്പ് വരുന്നുണ്ട്, കുഞ്ഞൊരു ഷേപ്പാണ് വരുന്നത്, കാരണം നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഈ സ്ലീവിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുക. കാരണം അവിടെ നിന്നാണ് നമ്മൾ അത്രയും ഭാഗമാണ് നമുക്ക് ഈ ഒരു ബോഡി പോർഷനായിട്ട് ജോയിനിങ് വരുന്നുള്ളൂ സ്ലീവിൻ്റെ. അപ്പോൾ ഈ ഒരു 2 സ്ലീവും ഇതുപോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ആം ഹോൾ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ തുന്നി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ 11 ഇഞ്ച് ലെങ്ത്തിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് നമ്മൾ ഇതിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. തുന്നി കൊടുക്കുമ്പോൾ 2 എൻഡ് ഭാഗവും നമ്മളൊന്ന് മടക്കി ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് പുറത്തോട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പം ഇന്നൊരു മോഡലൊന്നൊന്നുമില്ല കേട്ടോ, ചുമ്മാ നമ്മൾ ഒന്ന് കുറച്ച് ഉള്ളിലോട്ട് വെച്ച് ഒന്ന് നമ്മളുടെ ഒരു ഇഷ്ടാനുസരണം ഉള്ളിലോട്ട് ഒന്ന് കൊടുത്ത് നമ്മൾ സ്മോക്കിംഗ് ഒക്കെ ചെയ്യണ പോലെ തന്നെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. പ്രത്യേകിച്ച് ഇന്ന മോഡലോ അല്ലെങ്കിൽ ഇന്ന പാറ്റേണിൽ തുന്നണം അങ്ങനെയൊന്നുമില്ല, ചുമ്മാ നമുക്ക് തോന്നണ രീതിയിലൊന്ന് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിക്കും കൂടി സ്ലീവിൽ വരുമ്പോൾ ആ ഒരു സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഒരു കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബൈസെപ്സിൻ്റെ അളവ് നമുക്ക് 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ മടക്കി കൂട്ടിയടിക്കാനുള്ള ഒരു സീം അലവൻസ് അടക്കം 7 ഇഞ്ചിൽ ഞാൻ 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 സ്ലീവിലും നമ്മൾ മടക്കി അടിച്ചാൽ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടെ നമ്മൾ 2 സ്ലീവിലും ഈ ഇലാസ്റ്റിക് ഒന്ന് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മളുടെ സ്ലീവ് വരുന്നത്. രണ്ട് ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷേപ്പോട് കൂടിയിട്ട് ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ബോഡി പോർഷനായിട്ട് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസേ ഞാൻ വിട്ടിട്ടുള്ളൂ, കാരണം ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇച്ചിരി വണ്ണം വെച്ചാലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം. ഈ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളുടെ ആ ഒരു എ ലൈൻ ഫ്രോക്കായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു റൗണ്ട് തന്നെയായിരിക്കും നമ്മുടെ സ്ലീവിലും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ആ ഒരു സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഭാഗം വരുന്ന രീതിയിൽ ആ ഒരു ആം ഹോളിൻ്റെ പോർഷൻ നെക്കിൻ്റെ പോർഷനിലാണ് വരുന്നത്. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രോക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ നല്ല പഫി ആയിട്ട് നിൽക്കുന്ന സ്ലീവാണ് ഇതിൽ വന്നേണത്. അപ്പോൾ അധികം എന്താ പറയുക ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾക്ക് ഈ ഒരു മോഡൽ ചെയ്തെടുക്കാൻ. ചെറുതായിട്ട് ആ തുന്നണ കുറച്ച് ടൈമാണ് കൂടുതലായിട്ട് ഇതിൽ വരണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.